ഹായ് അസ്സലാമു അലൈക്കും. കിസൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓർഡറിൻ്റെ വീഡിയോ ഒന്നല്ല, നമ്മൾ വയനാട് വെള്ളിയാഴ്ചൻ്റെ അന്ന് വയനാട് പോയതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 5:30 മണി കഴിഞ്ഞിട്ടായിട്ട് വിട്ടത് മക്കളെ സ്കൂളിൽ നിന്ന് വന്നിട്ടായിട്ട്. അപ്പോൾ ഇരിട്ടി വഴി നമ്മൾ പോയത്. ഇരിട്ടി നമുക്ക് കിട്ടുന്നത്. പിന്നെ കിട്ടുന്നത് തിരിച്ചു വന്നത് പറശ്ശിനി കടവ് മട്ടന്നൂർ റൂട്ടിലാണ്. അപ്പോൾ അതിൽ കുറച്ച് കുറയുന്ന ടൈം. അങ്ങനെ നമ്മൾ വയനാടെത്തി കൽപ്പറ്റാൽ ഇതെടുത്ത് ഒരു 12 മണിയായി നമ്മൾ അവിടെ എത്തുമ്പോൾ. പിന്നെ റൂമെല്ലാം പരതിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ലേറ്റായി. മർസ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് 2 ബെഡ്റൂം ഹോള് ബാത്റൂം 2 ബാത്റൂമെല്ലാമായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാമായിട്ടുള്ള നല്ലൊരു അപ്പാർട്ട്മെൻറ്റ്, നല്ല ചെറിയ റേറ്റിന് കിട്ടിയത്. അപ്പോൾ നല്ല ഇതായിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ പകലെടുത്തത്. അപ്പോൾ ഈ ഇതെല്ലാം പിന്നെ ഇത് ഞാൻ രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയും പനീർ ബട്ടർ മസാല, പിന്നെ കട്ട്ലറ്റ്, പിന്നെ കായച്ചത്, പിന്നെന്ത് ട്രയാങ്കിൾ, അങ്ങനത്തെ എന്തെല്ലോ കൊണ്ടുപോയിട്ടുണ്ടായിന്. അതെല്ലാം കഴിച്ച് രാത്രി ഞങ്ങൾ ഹോട്ടലിലൊന്നും കയറിയിട്ടൊന്നുമില്ല, ലേറ്റാവും പറഞ്ഞിട്ട്. ഇത് രാവിലെ നമ്മൾ രാവിലെ ലേറ്റായിനവേ. രാവിലെ എന്താ പറഞ്ഞെങ്കിൽ അവിടെ സ്വിമ്മിങ് പൂളെല്ലാം ഉണ്ട്. അപ്പോൾ പൂളെല്ലാം അവിടെ കുളിക്കാനെല്ലാം പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 1 മണിയായി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ അങ്ങനെ എല്ലാ സ്ഥലവും കാണാനൊന്നും പറ്റിയിട്ട, കുറച്ച് സ്ഥലം കണ്ടിട്ടു. ഇനിയും 2-3 ദിവസം നിൽക്കണം, എന്നെങ്കിലേ നമുക്ക് ഫുള്ളായിട്ട് അവിടെ കാണാനെല്ലാം പറ്റും. പക്ഷേ ഞങ്ങൾക്ക് 2 ദിവസമേ നിൽക്കാൻ പറ്റും. മക്കൾക്ക് സ്കൂളെല്ലാം ഉള്ളതുകൊണ്ട് എക്സാമെല്ലാം ആവാനായി. അപ്പോൾ മോഡൽ എക്സാം അങ്ങനത്തെ എല്ലാ കാര്യമുള്ളതുകൊണ്ട് അങ്ങനെ കുറേ ദിവസം നിൽക്കാൻ പറ്റിയിട്ട്. അപ്പം സ്വിമ്മിങ് പൂളിലെല്ലാം പോയിട്ട് കുറച്ച് കുളിച്ച് നല്ല തണുപ്പുണ്ടായിന്. രാവിലെ എല്ലാം നല്ല തണുത്ത് വറുക്കുന്നുണ്ടായിന് വെള്ളത്തിലെല്ലാം. അപ്പോൾ ഞാനൊക്കെ ഇനിട്ടൊന്നുമില്ല. അങ്ങനെ ഇറങ്ങുമ്പോൾ 1 മണിയായിന്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല, സ്നാക്സ് എല്ലാം ഞാൻ കൊണ്ടുപോയതുണ്ടായിട്ട് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ പോകുന്ന സമയത്ത് ഒരു തട്ടുകടയിൽ നിന്ന് കോഫിയെല്ലാം കുടിച്ചിട്ടായിട്ട് നമ്മൾ ഫസ്റ്റ് പോയത് ചൂരൽമലയിലേക്ക്. ആദ്യം അത് ഒന്ന് അവിടെ കാണണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചൂരൽമലയിലേക്ക് പോയത്. കാണുമ്പോൾ എന്തോ അവിടെ ആ ഒരു സ്ഥലം ഇപ്പോൾ അങ്ങനെയുണ്ട്, ഒരാളും ഇല്ല, എന്തുമില്ല. ആ സ്കൂളെല്ലാം കാണുമ്പോൾ എന്തോ ബേജാറാണ്. അതിന് ശേഷം പിന്നെ പുതുമലക്ക് പോയി. പുതുമല ഒരു ഖബറെല്ലാം ഇല്ലേ, എല്ലാവരെയും മരിച്ച ആളെല്ലാം വെച്ച സ്ഥലമില്ലേ, ആ ഒരു സ്ഥലത്തെല്ലാം പോയിട്ട് ഖബറെല്ലാം കണ്ടിട്ട് അങ്ങനെ വന്നത്. അപ്പോൾ എല്ലാവരും വയനാട് പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പോകണവേ, അവിടെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരണം. ആ ഒരു ആ ഒരു അന്ന് വന്ന ആ ഒരിത് നമുക്ക് അറിയണം, അതെങ്ങനെ എത്ര ഉണ്ടായിനെന്ന്. ഇപ്പോൾ ആ പുരയെല്ലാം കാണുമ്പോൾ നമുക്ക് ബേജാറാണ്, ഒരു വല്ലാത്തൊരിത് വന്ന് നമുക്ക് ആ സമയത്ത്. അപ്പോൾ ഇതെല്ലാം അവിടെ ഇത് ഖബർ എല്ലാവരും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ. 200 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഒരാൾ കൊടുത്തതല്ല ഈ സ്ഥലം ഖബർ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആടെല്ലാം പോയിട്ട് നമ്മൾ കണ്ടിട്ടായിട്ട് അതിന് ശേഷം ഞങ്ങൾ പോയത് പിന്നെ 900 കണ്ടി എന്ന സ്ഥലത്തേക്ക്. അത് ട്രക്കിങ്ങിന് ജീപ്പിൽ പോകേണ്ടത്. ഭയങ്കര റോഡെല്ലാം കണ്ടെങ്കിലല്ലേ എങ്ങനെ പോകുന്നതെന്നറിയില്ല ഡെയിലി ആൾ. ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ നടുവെല്ലാം പോയിന്ന്, അങ്ങനത്തെ അതിലാണ് പോകുന്നത്. ഈ ജീപ്പിൽ പോകുന്നത് ഭയങ്കര ഇതന്നെ. മുകളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ എല്ലാം നടുവെല്ലാം പൊളിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ മുകളിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലെല്ലാം കയറി നല്ല രസമുണ്ടായിന് ഫുള്ള് മുകളിൽ നിന്ന് ആ ഒരു വ്യൂ എല്ലാം കാണാൻ. പിന്നെ ഇത് അവിടെ തന്നെ പിന്നെ മുകളിലേക്ക് മരത്തിൻ്റെ മുകളിലേക്ക് ഒരു ഇതായിട്ട് ഹട്ടായിട്ടുണ്ട്. അതും കുറേ മുകളിലേക്ക് പോകണം, നല്ല രസമുണ്ട് കയറിയിട്ട് പോകാൻ. അപ്പോൾ നല്ല രസമുണ്ടായിന് ഇങ്ങനെ മുകളിൽ കയറിയിട്ട് പോയിട്ട് അവിടുത്തെ ആ വ്യൂ എല്ലാം കാണാൻ നല്ല രസമുണ്ടായിന്. അങ്ങനെ അതും പോയി. പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം സ്വിങ് അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് അവിടെ ഇരിക്കാനും കുറച്ച് റെസ്റ്റ് എടുക്കാനും അങ്ങനത്തെ എല്ലാ കാര്യം. അപ്പോൾ ഈ ഒരു ഹട്ടെല്ലാം മരത്തിൻ്റെ ഇടയിൽ കൂടിയിട്ടെല്ലാം ആക്കിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു സ്ഥലം. അങ്ങനെ അവിടെയെല്ലാം പോയി. അപ്പോൾ സമയമായി വൈകുന്നേരം 6 മണിയെല്ലാം കഴിഞ്ഞ ആ സമയമാകുമ്പോൾ. പിന്നെ നമുക്ക് വേറെ എവിടെ നോക്കാനുള്ള സമയമില്ല, ഡാമെല്ലാം നോക്കണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എല്ലാം ടൈം കഴിഞ്ഞ എല്ലാം ക്ലോസ് ആക്കിയില്ലേ. അങ്ങനെ ഞാൻ തിരിച്ചിട്ട് ഉച്ചക്ക് ഒന്ന് കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ബീച്ച് പോലത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോത്തുംകാല്
വയനാട് പോകണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് കാര്യമുണ്ട്. അവിടെ പോയിട്ട് പോത്തുംകാല്, വയനാടൻ പോത്തുംകാലല്ലേ നമ്മളെ വീടെല്ലാം കിട്ടുന്നു, കാസർഗോഡ് കിട്ടുന്നു. പക്ഷേ ഞാൻ അവിടെ പോയിട്ട് അവനെ കഴിക്കണമെന്ന് വിചാരിച്ചിന്, ഇവിടുന്ന് കഴിച്ചിട്ട അവിടെ പോയിട്ട് കഴിക്കണം. പിന്നെ എനിക്ക് ഞാൻ വേറെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മുളയരി, പിന്നെ നന്നാരി സർബത്ത്. ഈ ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്ര കാര്യം ഞാൻ മേങ്ങണമെന്ന് വിചാരിച്ചത്. അത് മേങ്ങിന്. പിന്നെ ഞാൻ കണ്ടത് അവിടെ എന്തെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ തേൻ നെല്ലിക്ക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്ന് കാണുന്നത്, എനിക്കറിയില്ല ഈ വയനാട് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ്. പിന്നെ കോഫിയും ടീ പൗഡർ അങ്ങനത്തെ എല്ലാം മേങ്ങിന്. അപ്പോൾ തേൻ നെല്ലിക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവേ. അപ്പോൾ അന്ന് ഇങ്ങനെ രാത്രിയുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് പോയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ വന്നത് ഇവിടെ എടക്കൽ ഗുഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. എടക്കൽ ഗുഹയിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ്. അന്നും ഞങ്ങൾ ലേറ്റായിനവ. രാവിലെ എണിക്കുമ്പോൾ റെസ്റ്റെല്ലാം എടുത്തിട്ട് അങ്ങനെ വേഗം എണിച്ചിട്ട് പോകുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഉറങ്ങിയിട്ടല്ല, നല്ല തണുപ്പിന് ഉറങ്ങാൻ നല്ല രസമല്ലേ. അപ്പോൾ നല്ല തണുപ്പൊന്നും ഉണ്ടാകുന്നു രാവിലെ. പിറ്റേ ദിവസം അങ്ങനെ സ്വിമ്മിങ് പൂളിലെല്ലാം പോയിട്ട് കുളിച്ചിട്ടെല്ലാം ലേറ്റായി. ഞങ്ങൾ 11 മണിയെല്ലാം കഴിഞ്ഞിന്. അങ്ങനെ എടക്കൽ ഗുഹ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് എല്ലാം മേങ്ങിന്. ഇപ്പോൾ എടക്കൽ ഗുഹയിലേക്ക് നമ്മൾ നടക്കുന്നുണ്ട്. 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. എന്നിട്ടായിട്ട് ആ ഗുഹയിലേക്ക് കയറുന്നത്. ഞാൻ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. അവിടെ എല്ലാവരും പോയെങ്കിലും അവിടെ ഒന്ന് കയറി നോക്കണം. ഭയങ്കര ഇത് തന്നെ അവിടെ കയറുന്നത്. എങ്ങനെയെല്ലാം എല്ലാ വയസ്സിൻ്റെ ആൾക്കാരും കയറുന്നു, നല്ല വയസ്സായ ആൾക്കാരും കയറുന്നു. നമുക്ക് കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചതിന് പോകുമ്പോൾ. പക്ഷേ എങ്ങനെയെല്ലാം കയറിന് എന്തെന്നറിയാല. അടുത്തേക്ക് എത്തുമ്പോൾ കയറാൻ നല്ലൊരു ഇതുണ്ടായിന്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത് അവിടെ മുകളിൽ നിന്നെല്ലാം പറഞ്ഞു തരാൻ ആളുണ്ട്. അപ്പോൾ ഒരു 30,000 കൊല്ലം മുന്നേ ഒരു ഭൂകമ്പം വന്നിട്ട് ഇത് പിളർന്നിട്ട് 2 പാറ പിളർന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പാറ വന്നിട്ട് നിന്നതുകൊണ്ട് ഇതിനെ എടക്കൽ ഗുഹ എന്ന് പറയുന്നതെന്ന്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കുറേ എഴുതിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അത് 6,000 കൊല്ലം മുന്നേ ഒരു ഗോത്രക്കാർ ജീവിക്കുന്നതാണ്. അപ്പോൾ ഓരോ ഭാഷ ഇങ്ങനെ എന്തെല്ലാം ആക്കിയിട്ട് വെച്ചത്. അപ്പോൾ ആ സമയത്ത് ഒരു കടുവനെ കൊന്ന ഒരു രാജാവ് ഉണ്ടായിന്. അവരെ പറ്റിയിട്ടെല്ലാം ഇതിന് അങ്ങനെയെല്ലാം അന്ന് പറഞ്ഞു തന്ന്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ബ്രിട്ടീഷ് ഓഫീസർ പിന്നെ കണ്ടുപിടിച്ചത് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇതിവിടെ എല്ലാം അല്ല ഫുള്ള് ഇങ്ങനെ കൊത്തി വെച്ചിട്ട് എന്തെല്ലോ ഉണ്ട്, എന്തെല്ലോ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാമല്ലോ അതിനെ പറ്റിയിട്ടില്ല. പിന്നെ പഠിക്കുന്ന ആൾക്കറിയാമായിരിക്കും. അപ്പോൾ പിന്നെ വയനാട് പോയ ആൾ എന്തായെങ്കിലും പോകണം. ഇവിടെ എന്തായെങ്കിലും പോകണം. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. അത് കയറിയെങ്കിൽ എത്തുമെന്ന് വിചാരിക്കുന്നില്ല. അത്രക്കും നല്ല ടഫുണ്ട് കയറാൻ. പക്ഷേ തിരിച്ച് വരുമ്പോൾ അത്ര ഇതാകുന്നില്ല. പിന്നെ 1.5 കിലോമീറ്റർ നല്ല കയറാനുണ്ട്, കയറ്റം കയറിയിട്ടാണ് പോകേണ്ടത്. അങ്ങനെ ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് പിന്നെ തയ്യാറങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ടൈമായി 3 മണിയെല്ലാം ആയി. ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറേ കുരങ്ങന്മാരെല്ലാം ഉണ്ട്. പിന്നെ എന്തെല്ലാം ഉണ്ട്, ഹോം മെയ്ഡായിട്ട് തന്നെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഞാൻ അവിടുന്ന് കോഫി പൗഡർ, ടീ പൗഡർ, പിന്നെ തേൻ നെല്ലിക്ക, നന്നാരി സർബത്ത്, പിന്നെ മുളയരി ഞാനല്ല ദുബൈയിലുള്ള സമയത്ത് എനിക്കൊരു ഫ്രണ്ട്, നാദാവത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓള് കൊണ്ട് തന്നിട്ട് ഞാനത് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ദുബൈയിലുള്ള സമയത്ത് ഞാനിങ്ങനെ കോമ്പറ്റീഷന് പോകുന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി ഞാൻ. അങ്ങനെ പിന്നെ മുളയരി പായസം എല്ലാ സ്ഥലത്തും അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ മുളയരി പായസം ഞാൻ അവിടെ നിന്ന് കുടിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ അങ്ങനെ ഇതെല്ലാം പിന്നെ അവർ തന്നെ അവിടെ ഷോപ്പിൽ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീം എന്തെല്ലാം ഫ്രൂട്ട്സിൻ്റെ ഇതായിട്ടുണ്ടത് ഐസ് ആയിട്ട് ആക്കിയിട്ട് വിൽക്കുന്നുണ്ട്. ജാക്ക് ഫ്രൂട്ട്, ഗുവാവ അങ്ങനത്തെ എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് അതെല്ലാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ട്. 3 മണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇത് അവിടുന്ന് ഇടയിലൊരു ഹോട്ടലിൽ ചോറ് കഴിക്കാൻ അവിടുന്ന് ബിരിയാണിയും പൊറോട്ട എല്ലാം കഴിച്ച് അങ്ങനെ ഇത് ഹോട്ടലിൽ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ പിന്നെ നമ്മളെ യാത്ര സ്റ്റാർട്ടാക്കി. അപ്പോൾ എന്തോ ഒരു രസം തന്നെ. വയനാട് കാണാൻ ആ മലയെല്ലാം കാണുമ്പോൾ എന്തോ ഒരു രസം തന്നെ. അവിടുന്ന് വരാൻ മനസ്സായിരുന്നില്ല. 2 ദിവസം ചെറിയൊരു ഇതായിപ്പോയി. നമുക്ക് കുറച്ച് 2-3 ദിവസം കിട്ടിയെങ്കിൽ നല്ല രസം ഉണ്ടാക്കി. പിന്നെ ഹെയർ പിൻ വളവ് എന്നെല്ലാം പറയുന്നില്ല, അതെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണാൻ. ഞാൻ
കണ്ടിട്ടുണ്ടായിട്ട് എങ്ങനത്തെ എന്തെന്നൊന്നും അറിയില്ല. നമ്മൾ താമരശ്ശേരി ചുരം എന്നെല്ലാം പറയുന്ന കേൾക്കലുണ്ട്. കുതിരവട്ടം പപ്പുവിൻ്റെ എല്ലാം ഫിലിമിലെല്ലാം പറയുന്നില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ചുരമെല്ലാം ഇറങ്ങിയിട്ട് അമ്മ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ മട്ടന്നൂർ വഴി തിരിച്ചു വന്നത്, തളിപ്പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് നാട്ടിലേക്ക് വന്നത്. പിന്നെ ഇതാ ഞാൻ അവിടുന്ന് വാങ്ങിയത്, ആടെ നമ്മളെ നാട്ടിലൊന്നും കിട്ടാത്ത തേൻ നെല്ലിക്ക. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും പോയും കടന്ന് മേങ്ങണവ 2-3-4 കുപ്പി ഇങ്ങനെയത് പിന്നെ കൊടുക്കാനും, പിന്നെ ഒരു കുപ്പി തീർന്ന്. പിന്നെ ഇത് ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് തന്നെ അവിടെ എടക്കൽ കേവിൻ്റെ അവിടെ തന്നെ വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, നട്ട്സ് എല്ലാം ഇട്ടത് അവിടെ തന്നെ ഉണ്ടാക്കുന്നത്, അവിടെ തന്നെ വാങ്ങിയത്. പിന്നെ ഇത് നന്നാരി സർബത്ത് ഞാൻ പറഞ്ഞ അവിടെ കിട്ടുന്നില്ല, നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടലില്ല. പിന്നെ അതെല്ലാം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയത്. പിന്നെ ഇത് ചായപ്പൊടി തരി തരിയായിട്ടുണ്ട് ചായപ്പൊടി ഇല്ല അത്. പിന്നെ ഒരു പാക്കറ്റ്, അപ്പോൾ ഇത് 2-3 പാക്കറ്റ് വാങ്ങിയത് കൊടുക്കാനെല്ലാം ഉണ്ടായിട്ട്. പിന്നെ ഇത് മുളയരി, ഇതാ മുളയരി ഉണ്ടോ, ചില കുറച്ച് ആൾക്കെല്ലാം അറിയുന്നുണ്ടാവും, ആ നാട്ടുകാർക്കെല്ലാം അറിയാം, അങ്ങോട്ടത്തെല്ലാം ആൾക്കാർക്ക് അറിയുന്നുണ്ട്, നമ്മളെ നാട്ടുകാർക്ക് അത്ര അറിയാല്ല. കുറച്ചധികം വേവിക്കണം അത്, നമ്മൾ മറ്റേ ചോറ് പോലെ ഒന്നല്ല, നല്ലോണം വേവിക്കണം കുക്കറിൽ ഇട്ടിട്ട്. പിന്നെ ഇത് പനങ്കൽക്കണ്ടം ചക്കര, അത്ര സാധനം ഇത്രയല്ല. പിന്നെ ചിപ്സ് എല്ലാം മേങ്ങിന്, കൊള്ളി ചിപ്സ്, ചക്ക ചിപ്സ്, അങ്ങനത്തെ എല്ലാം മേങ്ങിന്. അതെല്ലാം ഞാൻ പിന്നെ ടിന്നിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ മേങ്ങിയത് ഞാൻ ഇത് കസ്തൂരി മഞ്ഞൾപ്പൊടി, പിന്നെ ചെറുതേന്, പിന്നെ ഈ മുളകില്ലേ നമ്മളവിടെ അറിയുന്നത് ഇതിനെ ചീനമുളക് അമ്മ പറയല്ലേ, അത് ഉപ്പിലിട്ടത്, ഇതും മേങ്ങിന്. അപ്പോൾ മറ്റേ കാണിക്കാൻ മറന്നായി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ വയനാട്ടിലാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വയനാട്ടിൽ പോയിട്ട് ഇതെല്ലാം ഈ സാധനമെല്ലാം കണ്ടിന്, അല്ലെങ്കിൽ ഞാൻ പോയ സ്ഥലത്തെല്ലാം പോയിനെന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.